ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നുവാൻ തുടങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് യഹൂദ സമ്പ്രദായങ്ങളെ ബഹിഷ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇസ്രായേലിനുള്ള തൻ്റെ ഉടമ്പടിയുടെ അടയാളമായ ശബ്ബത്തിനെ അവൻ മാറ്റിക്കളയും. താൻ ശബ്ബത്തിന് കർത്താവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ശബ്ബത്തിലെ സംഭവം ഇവിടെ നമുക്ക് കാണാം. ഒരു പക്ഷേ അവർ പള്ളികളിൽ പോകുന്നതിന് ശ്രമിക്കുന്നുണ്ടാവാം. പ്രാകൃതമായ ബന്ധത്തെ അവൻ നിരാകരിക്കുകയും ആത്മീയമായ ബാന്ധവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശബ്ബത്ത് എന്നും യഹൂദന്മാരുടെ മതപരമായ ചിന്തകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശബ്ബത്ത് എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ മാനുഷിക നന്മകളുടെ ഇടങ്ങളിൽ നിന്ന് മാറ്റി നിയമബന്ധിതമായ ഒരു കാര്യമാക്കി മാറ്റുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ കാലത്ത് വളരെ വീതി കുറഞ്ഞതും നീണ്ടു കിടക്കുന്നതുമായ വയലുകൾ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു കൃഷി. ഇങ്ങനെയുള്ള കൃഷിസ്ഥലങ്ങളുടെ ഇടയിൽ കൂടി നടപാതകൾ ഉണ്ടായിരുന്നു. അതായത് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നടന്നു പോകുന്ന പാതകൾ. ഇങ്ങനെയുള്ള വഴിയിൽ കൂടെ യേശുവും ശിഷ്യന്മാരും കടന്നുപോയി. ശിഷ്യന്മാർ മോഷ്ടിച്ചതായിട്ടൊന്നും ഒരു കുറ്റമൊന്നും പറയുന്നില്ല. ശബ്ബത്തിൽ 39 തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പാടില്ലെന്ന് യഹൂദ പ്രമാണങ്ങളിൽ വ്യവസ്ഥയുണ്ട്. അതിൽ കൊയ്ത്ത്, അതുപോലെ വീശുക, മെതിക്കുക, ഭക്ഷണം പാകം ചെയ്യുക എന്നിവയെല്ലാം അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, മറ്റ് പലതും ഉള്ളതിൽ ചുമട് എടുക്കാൻ പാടില്ല. ഏറ്റവും ചെറിയ സാധനം പോലും ചുമടായിട്ട് കണക്കാക്കിയിരുന്നു. വേല നിർദ്ദേശിക്കാൻ പാടില്ല. യഹൂദ റബിമാരുടെ വ്യവസ്ഥ പ്രകാരം കതിര് പറിക്കുന്നതോ ഉതിരുന്നതോ ഒരു വക കൊയ്ത്തായിട്ട് അവർ കണക്കാക്കി. കയ്യിൽ ഉരുമിയാൽ അത് മെതിക്കുന്നതിന് തുല്യമാണ്. പതിരും മണിയും വേർതിരിച്ചാൽ വീശുമുറം ഉപയോഗിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് ഏത് ചെറിയ തരത്തിലുള്ള ശബ്ബത്ത് ലംഘനവും മരണത്തിന് കാരണമായി തീർന്നിരുന്നുവെന്ന് ന്യായപ്രമാണപ്രകാരം അവർ വ്യാഖ്യാനിച്ചു. ചുള്ളിയിൽ പിറക്കിയവൻ പോലും കല്ലേറ് കൊണ്ട് കൊല്ലപ്പെട്ട സംഭവമുണ്ട്. അതായത് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അതുണ്ട്. ഇനിയും രാജ്യസ്ഥാപനം നടക്കുമ്പോൾ ശബ്ബത്ത് ശരിയായി ആചരിക്കപ്പെടും. അത് യെശയ്യാപ്രവാചകൻ്റെ ഒരു പ്രവചനമാണ് 66-ാം അധ്യായത്തിൽ. ശബ്ബത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയെയും ദൈവത്തെ ആരാധിക്കുന്ന പ്രത്യേക വേർതിരിക്കപ്പെട്ട നാളിനെയും കുറിക്കുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം കർത്താവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ഞായറാഴ്ച, അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസമാണ്. പഴയ നിയമത്തിൽ ശബ്ബത്തിൽ യഹോവ സ്വസ്ഥനായിരുന്നു. എന്നാൽ 1-ാം ദിവസമായ ഞായറാഴ്ച കർത്താവ് പ്രവർത്തന നിരതനായിരുന്നുവെന്ന് പുതിയ നിയമ
വിശ്വാസപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാബത്ത് നിർബന്ധം യഹൂദന്മാർ പൊതുവായി ആചരിച്ചു വന്നു. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച സ്വമേധയാ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും ദൈവമക്കൾ ഉപയോഗിച്ചു വന്നുവെന്ന് പുതിയ നിയമ വിശ്വാസത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണ് ശബത്ത്. അന്ന് നമ്മുടെ വ്യക്തിപരമായ മറ്റ് കാര്യങ്ങളിൽ തൽപരരാകാതെ ദൈവിക ആരാധനയ്ക്കും നമ്മുടെ വ്യക്തിപരമായ ദൈവത്തോടുള്ള സമർപ്പണത്തിനും വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണ്. ആ ഒരു പവിത്രമായ സങ്കല്പത്തോടു കൂടിയാണ് ആരാധനയ്ക്ക് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ശബത്തിനെ നിർബന്ധമായും വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പറയുന്നത് സമയം കുറവാണ് എന്നതാണ്. ആരാധനയ്ക്കും കൂട്ടായ്മകൾക്കും സമയം കുറവാണ്. നമുക്ക് സമയം നൽകുന്നത് ദൈവമാണ്. ആയുസ്സിൽ സമയം അനുവദിച്ച് നൽകുന്ന ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമായി കണക്കാക്കപ്പെടാം. സമയം തന്ന ദൈവത്തോട് എനിക്ക് സമയമില്ല നിന്നെ ആരാധിക്കാൻ എന്ന് പറയുന്നത് ഒരു വലിയ പാപഗണത്തിൽ ഉൾപ്പെടപ്പെടുന്നു. ആ ഒരു വിചാരത്തിലാണ് നമ്മൾ ആരാധനയെ കാണേണ്ടത്. പഴയ നിയമ സങ്കല്പത്തിൽ ശബത്തും പുതിയ നിയമവിശ്വാസപ്രകാരം ദൈവ ആരാധനയ്ക്കുള്ള സമയങ്ങളും വേർതിരിക്കപ്പെട്ട നിമിഷങ്ങളാണ്. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ആയുസ്സിൽ മാറ്റിവെക്കുന്ന സമയങ്ങൾ. അതിനെ അപകരിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ വന്നാൽ ദൈവം നമ്മളോട് ചില കണക്കുകൾ ചോദിക്കും. അങ്ങനെ ഇടവരാതിരിക്കാൻ ദൈവത്തിന് വേണ്ടി നമ്മുടെ ആയുസ്സിൽ സമയം വേർതിരിക്കാൻ ഇടയാകണം. അങ്ങനെ വന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വഴി നടത്തും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവൻ്റെയും ജീവന ഉപാധികളുടെയും നാഥനായി കൂടെ ഇരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. പുതിയ പകലിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പൽക്കാലം നന്മയോടെ ജീവിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങളുടെ ആയുസ്സിൽ ദൈവം നൽകിയ സമയങ്ങളെ അങ്ങേക്ക് വേണ്ടി വേർതിരിപ്പാനും ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.